വേദിയിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ 1 മണി മുതൽ നടന്ന ഈ ക്ലാസ് എനിക്ക് വളരെ ഉപകാരപ്പെട്ടു. ഞാനിപ്പോൾ 9ലാണ് പഠിക്കുന്നത്. ഭൂരിഭാഗം കുട്ടികൾ എന്നോട് 1 മുതൽ 9 വരെ പഠിച്ച കുട്ടികളാണ്. എന്നാൽ ഒരു മ്യൂസിക്കിൻ്റെ ടീച്ചർ വന്നിട്ട് ആരെങ്കിലും ഒരാളൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടില്ല. ഒരു പേടിയാണ് ഉള്ളിൽ. അഥവാ തെറ്റിക്കാനുണ്ടെങ്കിൽ കുട്ടികൾ പിന്നെ കളിയാക്കും. ഇനി വലിയ ആളെ പോയിട്ട് നടന്ന് തെറ്റിച്ചു വന്നെന്നെല്ലാം പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ പാടാൻ പോക്കില്ല. ഈ ഒരു വേദിയിൽ അന്നേരം എന്ത് തെറ്റിയാലും എനിക്ക് ഫസ്റ്റ് വന്നാൽ തന്നെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 വരുത്ത് വന്നതോടെ അത് പോയി. ഈ വേദി എല്ലാ കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഉപകാരപ്പെടും. ഇത് മാത്രമല്ല, ഇനി എനിക്ക് ഇങ്ങനെ മ്യൂസിക്കിൻ്റെ ടീച്ചറല്ലേ സ്കൂൾ വേറെ പരിപാടികളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി അതിൽ പങ്കെടുത്ത് പറയാനുള്ള ധൈര്യം ഇവിടെ നിന്ന് എനിക്ക് കിട്ടി. അതിന് ഫൈസൽ സാറിന് ഒരുപാട് നന്ദി. ഇനി ഈ ബ്രൈറ്റ് അക്കാദമിക്ക് ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. സദസ്സിലെയും വ്യക്തിത്വങ്ങളെ സന്തോഷത്തിൻ്റെ താക്കോൽ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ഓരോരുത്തർക്കും എങ്ങനെ സന്തോഷം ഉണ്ടാക്കാം, സന്തോഷം മറ്റുള്ളവർക്ക് എങ്ങനെ വരാം, മറ്റുള്ളവരിൽ നിന്ന് സന്തോഷം എങ്ങനെ മേടിക്കാം എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ ചർച്ച വളരെ വിജയകരമായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ സാറ് പറഞ്ഞാൽ ബസ്സിൽ ഒരു സ്ത്രീ കയറിയ സാധാരണ സ്ത്രീകൾ കൊടുക്കില്ല, എന്നാൽ പുരുഷന്മാരെ എണീറ്റ് കൊടുക്കും. അപ്പോൾ അതുപോലെ വയസ്സായവരെ ഇപ്പോൾ എന്നെമാരൊക്കെ ഉള്ളവർ വരുമ്പോൾ ബസ്സിൽ നിന്നൊക്കെ നീക്കും. ഇത് മാത്രമേ പറയാം. സാറിനും ഉണ്ടായിരുന്ന എല്ലാവിധ ആശംസകളും. അല്ല, ആശംസാ ക്ലാസ്സാണ് ഇന്ന് തരുന്നത്. അതൊരുവിധം നന്നായി എല്ലാവർക്കും പ്രയാസം. മറ്റു സഹപാഠികളെ, നാം എല്ലാവരും ഇന്ന് സന്തോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രസംഗം പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഒരുമിച്ച് കൂടിയത്. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഫീഡ്ബാക്ക് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ല സന്തോഷവാന്മാരായിട്ടാണ് തിരിച്ചു പോകുന്നതെന്നാണ്. അതുപോലെ തന്നെ ഞാനും വളരെ സന്തോഷവാനാണ്. കാരണം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2-3 വർഷം മുന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ഒരു പരിധി വരെയൊക്കെ മുറിയാതെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു മടി പിടിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ ചെയ്താൻ പടി കൂടുന്നതാണ്. അങ്ങനെ ചെയ്താൻ പടി കൂടി പിന്നെ വരാൻ മടിയായി പോയി. പിന്നെ വരണം മനസ്സിലുണ്ട്. പക്ഷെ ആ സാഹചര്യം ആ ദിവസം വരുമ്പോൾ വെച്ച് പിന്നെ ആവാം. പക്ഷെ ഇവിടെ വന്നാൽ തോന്നുന്നു ഇനി അടുത്ത ആഴ്ചയും വരണം തോന്നും. പക്ഷെ എന്തോ എനിക്ക് പിശാച് പിടികൂടാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ എന്താണെങ്കിലും ശരി കൃത്യമായി വന്നാൽ അതിനെക്കുറിച്ച് പഠിച്ചാൽ അത് പറയാൻ കഴിയും എന്നുള്ള എന്ന തെളിവ് നാം ഇവിടെ നേടിയെടുക്കുക. അതുപോലെ തന്നെ ഫൈസൽ സാറിൻ്റെ കിളമിയാർന്ന പെരുമാറ്റം, ആ സ്നേഹം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നിലനിർത്തി തരട്ടെ. പിന്നെ ഈ സോഫ്റ്റ് സ്കിൽ അക്കാഡമി ഉയർച്ചയിലേക്ക് വളരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.